അലീനയ്ക്ക് ബോധം വന്നു കഴിയുമ്പോൾ അലീന പറയുന്നുണ്ട്, എൻ്റെ ഭാഗത്തുനിന്ന് അറിയാതെ സംഭവിച്ചു പോയതാ, അതിൽ മറ്റാർക്കും പങ്കില്ല എന്ന് പോലീസിനോട് പറയാണ്. അങ്ങനെ അത് കേട്ടുകൊണ്ട് പോലീസും തിരികെ പോവാണ് കേട്ടോ. എന്നാൽ ശിവനും മക്കൾക്കൊക്കെ നല്ല സംശയമുണ്ടല്ലോ, ബാലേന്ദ്രനും നല്ല സംശയമുണ്ട്. ശിവനാണെങ്കിൽ പോയിട്ട് വൈജിയോട് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇറ്റ്സ് മീ ആസയിൽ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അങ്ങനെ ശിവൻ പോയിട്ട് വൈജയനെ അടിക്കുകയും അവക്ക് പാലിൽ കലക്കി കൊടുത്തത് വൈജിയാണെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ പേരിൽ കുറെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തായിരുന്നു. ശേഷം മനുവും രോഹിത്തും ബബിതയും കൃഷ്ണയും കൂടി പോയിട്ട് വൈജയനെ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുകയും ഇതിൻ്റെ പേര് പറഞ്ഞ് കുറെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടോ. മനു ആണെങ്കിലോ അത്രയും നാൾ കൊണ്ട് മനുവൊന്നും അല്ലായിരുന്നു, വൈജിയോട് ഭയങ്കരമായിട്ടൊക്കെ റേസ് ആവുന്നുണ്ട്. സ്വന്തം ആൻറ്റി ആണെന്ന് പോലും ഓർക്കാതെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാൻ കേട്ടോ. എന്നിട്ടും വൈജിക്ക് ഒരു കുലുക്കോ ഇല്ല, എല്ലാം വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുകയും ബഹളം വെക്കുകയും ചെയ്യുന്നുണ്ട്. അലീനയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന കരുതിയാണ് വൈജി അങ്ങനെ ചെയ്തത്. പക്ഷെ അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നറിഞ്ഞ് വീണ്ടും അവൾക്ക് ഭയങ്കര നിരാശയാവുന്നുണ്ട്. പോലീസുകാർ വന്നപ്പോൾ ഇങ്ങനെ അലീന പറഞ്ഞു വിട്ടല്ലോ. ശിവനെ വന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും മോളത് ചെയ്ത് നന്നായി, മോളുടെ സ്വന്തം അമ്മയല്ലേ, ജയിലിൽ പോയി കിടക്കുന്നത് അത്ര നല്ലതൊന്നും അല്ലല്ലോ. മനു പറയാണ്, ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചേ മതിയാവുള്ളൂ. ഇപ്പൊ അലീനയ്ക്ക് ഒന്നും സംഭവിച്ചില്ല, സംഭവിച്ചിരുന്നെങ്കിലോ ചെറിയൊരു ഇതുകൊണ്ട് മാത്രമാണ് അവൾക്ക് ജീവൻ തിരികെ കിട്ടിയത്, അവളുടെ നല്ല മനസ്സുകൊണ്ട്. അല്ലെങ്കിലോ ഇപ്പൊ എന്തായതിന് അവസ്ഥ എന്ന് ചോദിക്കാണ്. അങ്ങനെ മനു അലീനയുടെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ടേ. അതിനുശേഷം സുലോചന വൈകുന്നേരം രാത്രിയിൽ ലേഡീസ് മതി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ സുലോചന അവിടെ നിൽക്കാണ്. മനുവെങ്കിലും പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശിവൻ വീട്ടിലേക്ക് തിരികെ പോവാണ് കേട്ടോ. ബാലേന്ദ്രനാണെങ്കിൽ മനുവിനോട്, നീ വീട്ടിൽ പോയിക്കോ, ഞാൻ ഇടുന്നോളാന്ന് പറയുമ്പം, അങ്കിള് പോയിക്കോ അങ്കിളെ, അങ്കിള് മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ, അങ്കിള് റെസ്റ്റ് എടുത്തോ, മരുന്നൊന്നും മുടക്കണ്ട, പിള്ളേരെ ഞാൻ കൊണ്ട് വീട്ടിലാക്കിയിട്ടുണ്ടല്ലോ, അങ്കിള് പോയി കിടന്ന് ഉറങ്ങിക്കോ, രാവിലെ വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അത് സാറില്ലടാ, നീ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നതല്ലേ. ഇല്ലെങ്കിലേ എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞല്ലോ, അങ്ങൾ മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ, ആൻറ്റി അകത്തുണ്ടല്ലോ, ഞാനിവിടെ പുറത്തിരുന്നോളാം എന്ന് പറയാണ്. അങ്ങനെ ബാലേന്ദ്രൻ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവിടെ ചെന്നതിന് ശേഷം ബബിത ആഹാരമൊക്കെ വിളമ്പി കൊടുക്കാണ്. അപ്പോൾ ബബിതയോട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അല്ല ബബിതേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ എത്രയൊക്കെ സംഭവം നടന്നിട്ട് ആ മുറിന്ന് നിന്റെ തള്ള ഒന്ന് ഇറങ്ങിപ്പോലും വന്നില്ലല്ലോ എന്ന് പറയുമ്പം ബബിത ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. ബബിതയ്ക്കും കൃഷ്ണയ്ക്കും രോഹിത്തിനും അറിയാം ഈ ഒരു കടുങ്കൈ ചെയ്തത് വൈജിയാണെന്ന്. ബാലേന്ദ്രന് മാത്രം അതറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇവരൊന്നും മിണ്ടാതെ നിൽക്കുകയാണേ. അങ്ങോട്ടേക്ക് കൃഷ്ണയും രോഹിത്തും വരുന്നുണ്ട്. അല്ല, നിങ്ങൾ ആഹാരം കഴിച്ചോ? കഴിച്ചാ, ഞങ്ങൾ ആഹാരം കഴിച്ചു. എങ്കിലും അവൾ ഈ ചെയ്തത് വല്ലാത്ത കൊടും ചതിയായിപ്പോയി. ഒന്ന് ഇറങ്ങി നോക്കുമെന്ന് വെച്ച് ഒന്നും സംഭവിക്കില്ലല്ലോ എന്നൊക്കെ പറയുമ്പം അവരൊന്നും മിണ്ടാതെ നിൽക്കാണേ. നിങ്ങളെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഒന്നുമില്ലച്ചാ, 3 പേരെ മുഖം കണ്ടിട്ട് അങ്ങനെ ഒന്നുമില്ലാത്തവരെ തോന്നുന്നില്ലല്ലോ. എന്താ എന്താ പ്രശ്നം? ഒന്നുമില്ലച്ചാ എന്ന് പറയാണ്. ശരി ശരി എന്ന് പറഞ്ഞിട്ട് ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് മുറിയിൽ പോയി കിടക്കാണ് ബാലേന്ദ്രൻ. കുളിയെല്ലാം കഴിച്ചതിന് ശേഷം കിടക്കുന്നുണ്ടേ. അപ്പോൾ രോഹിയും ബബിയും കൃഷ്ണയും കൂടി ഡൈനിങ് ടേബിളിൽ നിന്ന് സംസാരിക്കുകയാണ്. അച്ഛൻ ഒന്നും അറിയാഞ്ഞ നന്നായി. അലീന ചേച്ചി അങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് അച്ഛനാണെന്ന് ബൈജ് അമ്മയാണെന്ന് അറിഞ്ഞാൽ അച്ഛനും സമനില തെറ്റും. അച്ഛൻ പിന്നെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടാന്ന് പറയാനൊക്കില്ല. അച്ഛനൊന്നും അറിയാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ചേച്ചി ഹോസ്പിറ്റലിൽ വെച്ച് അമ്മയല്ലാന്ന് പറഞ്ഞല്ലോ, ചേച്ചിക്ക് അബദ്ധം സംഭവിച്ചതെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടു. അല്ലാതെ അമ്മയാന്ന് പറഞ്ഞെങ്കിൽ അമ്മ ഇപ്പൊ പോലീസ് കൊണ്ടുപോയനെ. ചേച്ചി അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല ചേച്ചി ഒരിക്കലും അമ്മേനെ അങ്ങനെ ഒറ്റ കൊടുക്കില്ല എന്ന് കൃഷ്ണമോള് പറയാണ്. എന്നിട്ട് ഈ അമ്മയ്ക്ക് എന്താ ചേച്ചിയുടെ മഹത്വം മനസ്സിലാകാത്തേ എന്ന് പറയുന്നുണ്ട്. രോഹി പറയാണ്, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നമുക്ക് എന്തായാലും പോയി കിടന്നുറങ്ങാം, രാവിലെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് 3 പേരും 3 വഴിക്ക് പോവാണ്. ഈ സമയം വൈജ ഇവർ സംസാരിക്കുന്നതെല്ലാം അവിടുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വൈജ കലിപ്പില് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാണ്. കമല ഈ സമയത്ത് വൈജയെ വിളിക്കുന്നുണ്ട്. അറിഞ്ഞോ അവൾക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന്, അവളെ ഇപ്പോൾ റിക്കവറായി വരുന്നുണ്ടെന്ന്. പോലീസുകാർ ചോദിച്ചപ്പോൾ അവക്കെന്താ അബദ്ധം പറ്റിയെന്നാ പറഞ്ഞത്. അബദ്ധം പറ്റിയതല്ല കമല ചേച്ചി, ഞാൻ തന്നെ ചെയ്തതാ. നീയോ? എന്തൊക്കെയാ വൈജി പറഞ്ഞേ? നീയാണോ ആ കടുങ്കൈ ചെയ്തത്? അതെ, ഞാൻ തന്നെയാ.
ആ നാശം പിടിച്ചവൾ കാരണം എൻ്റെ സമനില തെറ്റി. അവൾ എങ്ങനെയെങ്കിലും ഈ ലോകത്തുനിന്ന് പറഞ്ഞയക്കാൻ വേണ്ടി ഞാൻ തന്നെ ചെയ്തതാ എന്ന് പറയുന്നുണ്ട്. എൻ്റെ പൊന്നു വൈജെ, എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? നീ ഇപ്പോൾ ജയിലിൽ പോയേനെ. ജയിലിൽ പോയാലും സാരമില്ല. അങ്ങനെ അവളെ ഞാൻ സന്തോഷിക്കാൻ വിടുകയില്ല. അവൾ നശിക്കട്ടെ, അവൾ ഇല്ലാതാവട്ടെ, അതാ എനിക്ക് വേണ്ടത്. ഇനിയും ഞാൻ അവളെ കൊല്ലാൻ ശ്രമിക്കും. അവൾ ഇനി ജീവനോടിരിക്കാൻ പാടില്ല എന്ന് പറയുമ്പം എൻ്റെ പൊന്നു വൈജെ, നീ അടങ്ങിയിരിക്കുക. പോലീസുകാർ എങ്ങനെ അറിഞ്ഞാലേ നിന്നെ അറസ്റ്റ് ചെയ്ത് അകത്തുകൊണ്ടിടും. പോട്ടെ, ഞാൻ പൊക്കോളാം ചേച്ചി, എനിക്കൊരു കുഴപ്പമില്ല. ആ നാശം പിടിച്ചവളെ കൊന്നിട്ടാണല്ലോ പോകുന്നത്, അതിൻ്റെ ഒരു സമാധാനം എനിക്കുണ്ട് എന്ന് പറയാണ്. ഇതേ സമയത്ത് കമലടുത്തേക്ക് ശിവൻ ചെല്ലുന്നുണ്ട്. ആരാടി ഫോണിൽ എന്ന് പറയുമ്പോഴേക്കും ഫോൺ പെട്ടെന്ന് കട്ടാക്കാണ്. അത് പിന്നെ വൈജയായിരുന്നു. അല്ല, അവൾ എന്ത് പറഞ്ഞു? അല്ല, അലീനയ്ക്ക് പറ്റിയ അപകടത്തെപ്പറ്റി ചോദിക്കായിരുന്നു, അല്ലാതെ അവൾ വേറൊന്നും പറഞ്ഞില്ലേ? ഇല്ല. ആ, രണ്ടുപേരും കൂടി ഒത്തു കളിച്ചോ. അവളുടെ കൂടെ കൂടി ഇതിനൊക്കെ സപ്പോർട്ട് തന്നാലേ നാളെ നീയും ജയിലിലേക്ക് പോകേണ്ടി വരും. നീ അത് ഓർത്തോ. അവളെ വിളിച്ച് ഓർന്ന് എരിപിരി കയറ്റുമ്പോളേ നീ അത് ഓർക്കുന്നത് നല്ലതാ. വിളിച്ചെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലേ അവസാനം നിന്നെ കൂടെ പോലീസ് വിളിക്കും. അതിന് ഞാനെന്ത് ചെയ്തു? നിങ്ങളുടെ പെങ്ങളല്ലേ ഓർന്ന് കാണിച്ചു കൂട്ടുന്നത്, ഞാനാണോ? അല്ലല്ലോ. അത് ശരിയാ, അവൾ തന്നെ കാണിച്ചു കൂട്ടുന്നത്. പക്ഷെ അവളൊന്ന് പിന്നെയും തള്ളിക്കൊടുക്കാൻ നീയും ഉണ്ടല്ലോ. അതോർത്താ കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോകുമ്പം കമലയ്ക്ക് ചെറിയ പേടിയൊക്കെ ആവുന്നുണ്ട്. വൈജ ഇത്രത്തോളം അങ്ങ് പോയത് കൊണ്ട് തന്നെ പിന്നെ വൈജയെ വിളിക്കാൻ കമല ശ്രമിക്കുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവാണേ. ഈ സമയത്ത് മനു പുറത്തു തന്നെ ഇങ്ങനെ കാവലിരിക്കുകയാണ്. സുലോചന പുറത്തേക്ക് എന്നിട്ട് പറയുന്നുണ്ട്, മനു, ഞാനിന്ന് വീട്ടിലേക്ക് പോവാ. ഇവിടെ കാണുമല്ലോ അല്ലേ? ഞാൻ കാണും ആൻറ്റി, ആൻറ്റി പോയിക്കോ. അത് മാത്രമല്ല, ബാലനങ്ങളും കുട്ടികളും ഒക്കെ ഇങ്ങോട്ട് വരും, ആൻറ്റി പോയിക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മനു അകത്ത് കയറി അലീനെ കാണുന്നുണ്ട്. അലീന അപ്പോൾ അത്യാവശ്യം റിക്കവറായി വന്നിട്ടോ. എങ്കിലും നിനക്ക് ഒട്ടും മനസ്സിലായില്ല അലീന അങ്ങനെ ഉണ്ട് എന്ന്. നീ എങ്ങനെ അശ്രദ്ധമായിട്ട് പെരുമാറി എന്ന് ചോദിക്കുമ്പം എൻ്റെ പൊന്നു മനുവേട്ടാ, അടുക്കളയിൽ എല്ലാവർക്കും ചായ തിളപ്പിച്ച് വെച്ചു, ഡെസ്കിൽ കൊണ്ടുപോയി അവർക്കെല്ലാം കൊടുത്തു, ബബിത മേഡത്തിനും കൊടുത്തു. ഞാൻ രോഹിക്ക് കൊടുക്കാൻ മുകളിലേക്ക് പോയി. ആ സമയത്ത് മാത്രമേ ആ ചായയുടെ അടുത്തുനിന്ന് ഞാൻ മാറിയുള്ളൂ. ഞാൻ പോയ സമയം നോക്കി മേഡം ചെയ്ത പണിയായിരിക്കും, അല്ലാതെ ഒരു രക്ഷയില്ല എന്ന് പറയുന്നുണ്ട്. കുടിച്ചപ്പോൾ നിനക്ക് വലിയ ഫീലിങ്സ് ഒന്നും തോന്നിയില്ലേ? കുടിച്ചതിനപ്പോൾ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി. പക്ഷെ അത് സ്വാഭാവികമാണെന്ന് കരുതിക്കൊണ്ട് ഞാനങ്ങ് കുടിക്കുകയും ചെയ്തു. എന്തായാലും 2-3 കവളെ കുടിച്ചുള്ളൂ, അത് വലിയ ആശ്വാസമായി എന്ന് പറയുന്നുണ്ട്. ഞാൻ മേഡത്തിനെ പോയി കണ്ടിരുന്നു. ആണോ? എന്നിട്ടോ? ഞാൻ ശരിക്ക് പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരിക്ക് ഒരു കൂസലും ഇല്ല. നിന്നെ എങ്ങനെയെങ്കിലും കൊള്ളണമെന്ന് പറഞ്ഞ് നടക്കുക. എന്ത് ചെയ്യാനാ മനുവേട്ടാ, അവരുടെ കണ്ണില് ഞാൻ അവരുടെ കുടുംബം നശിപ്പിക്കാൻ വന്നവളല്ലേ, അവരെ മക്കളിൽ നിന്ന് അകറ്റിയവരല്ലേ, അവരുടെ ഭർത്താവിൽ നിന്ന് അകറ്റിയവരല്ലേ. അപ്പോൾ മേഡം അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. തെറ്റ് നമ്മുടെ ഭാഗത്തുമുണ്ട്. നമ്മൾ കാര്യങ്ങൾ പറയാതെ അവരൊരുമാതിരി പൊട്ടിയാക്കല്ലേ, അതുകൊണ്ടൊക്കെ ആയിരിക്കും. നിനക്കങ്ങനെയൊക്കെ പറയാം, പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല. അവരുടെ ഉള്ളിലെ അഹങ്കാരമാ, അവരൊരു ക്രിമിനലാ. അവരെ പോലീസിൽ പിടിപ്പിക്കുന്നതായിരുന്നു നല്ലത്. മനുവേട്ടൻ എന്തായി പറയുന്നേ? അതെൻ്റെ സ്വന്തം അമ്മയല്ലേ. ആ അമ്മേനെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? പോലീസിനെ കൂടെ പിടിപ്പിക്കാൻ പറ്റുമോ? അമ്മ ജയിലിൽ പോയി കിടന്നാ എനിക്ക് സമാധാനം കിട്ടുമോ മനുവേട്ടാ എന്ന് ചോദിക്കാണ്. പക്ഷേ അവരങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവരുടെ മകളാണെന്ന് അവർക്കറിയില്ലല്ലോ. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നേ. അതൊന്നും സാരമില്ല എന്ന് പറയാണ്. നിനക്ക് സാരില്ലായിരിക്കും, പക്ഷെ എനിക്ക് സാരമുണ്ട്. അതുകൊണ്ട് ഞാൻ നല്ല വർത്താനം പറഞ്ഞിട്ടാ വന്നത്, അപ്പോഴൊന്ന് ഒതുങ്ങിയത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ബാലനും പിള്ളേരും എല്ലാം കൂടി രാവിലെ ഒരുങ്ങി ഇങ്ങോട്ട് വരികയാണേ. രാവിലെ വന്ന ഉടനെ അലിനെ കാണാൻ കയറുന്നുണ്ട്. ഇപ്പം എങ്ങനെയുണ്ടെന്നൊക്കെ അന്വേഷിക്കുമ്പം കുഴപ്പമില്ലാന്ന് പറയാണ്. ബാലൻ പറയുന്നുണ്ട്, എടാ മനു, നീ പോയി കുളിച്ചൊക്കെ ചെയ്തേ, കുളിച്ചിട്ട് കഴിച്ചിട്ടൊക്കെ വാ. ഇത്രയും സമയം ആയില്ലേ, ഉറക്കമില്ലാതിരിക്കുകയല്ലായിരുന്നോ? ഞാൻ ഉറങ്ങിയ ആങ്കിളെ, പുറത്തുനിന്ന് ഉറങ്ങായിരുന്നു. സുലോചന ആൻറ്റി അല്ലേ ഇവിടെ അകത്തിയത്, ആൻറ്റി രാവിലെ പോയി എന്ന് പറയുന്നുണ്ട്. ആ, അവളെന്നെ വിളിച്ചിരുന്നു, നീ പോയിക്കോ എന്ന് പറഞ്ഞ് മനുവിനെ പറഞ്ഞുവിടാണ്. അങ്ങനെ കൃഷ്ണയും ബബി രോഹിയൊക്കെ ചോദിക്കുകയാണ്, ചേച്ചിക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആയി എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും ബാലേന്ദ്രൻ അയാളോട് ചോദിക്കുകയാണ്, എങ്കിലും നീ പറഞ്ഞു കഴിക്കാൻ കൊണ്ട് വിശ്വാസം വരുന്നില്ല. അവിടെ അതിന് എലിശല്യമൊന്നും ഇല്ലല്ലോ, പിന്നെ നീ എന്തിനാ അതെടുത്ത് ഉപയോഗിച്ചത്? പിന്നെ നിൻ്റെതിൽ മാത്രം എന്നെ കലർന്നു, ഇതിലെന്തൊക്കെയോ ഒരു പുറത്തേക്കേട് എനിക്ക് തോന്നുന്നുണ്ട്. ഇല്ലച്ചാ, അതാ സത്യം. ഞാൻ പറഞ്ഞല്ലോ, അറിയാതെ എനിക്ക് അബദ്ധം പറ്റി പോയതാ.
ഞാനത് ഓർത്തില്ല എന്ന് പറയുമ്പം ശരി ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ പുറത്തേക്ക് ഇറങ്ങുകയാണേ. ഈ സമയത്ത് രോഹിയും ബാബിയും കൃഷ്ണമോളും അകത്തന്നെ നിപ്പുണ്ടല്ലോ. കൃഷ്ണ പറയാണ്, ചേച്ചിക്ക് എന്താ സംഭവിച്ചെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ശിവനങ്ങളെ വീട്ടിൽ പോയി അമ്മയെ അടിക്കുകയും ചെയ്തു. അതിനുശേഷം മനവേട്ടനും വീട്ടിൽ പോയി അമ്മയെ കുറേയൊക്കെ പറഞ്ഞു. അതെനിക്കും സംശയം തോന്നിയ കാര്യമാണ്. അച്ഛനത് അറിഞ്ഞില്ലല്ലോ. ഇല്ല ചേച്ചി, അച്ഛൻ അറിഞ്ഞിട്ടില്ല. മനവേട്ടനും അങ്കിളും ഒക്കെ അറിഞ്ഞു. അവരൊക്കെ വന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് യാതൊരു കൂസലില്ല. അമ്മ പറയാ പോലീസ് വിളിക്കുന്നെങ്കിൽ പിടിച്ചോട്ടെ, ചേച്ചി ജീവിക്കാൻ പാടില്ലെന്നൊക്കെയാണ് അമ്മ പറയുന്നത്. അമ്മ നോക്കുമ്പോൾ അമ്മയുടെ ഭാഗത്തുനിന്ന് ശരിയുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും അമ്മ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എങ്കിലും അമ്മ ഇങ്ങനെ ക്രിമിനൽ ലെവലൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയാലോ? ഞങ്ങളും കുറേ പറഞ്ഞു അമ്മേനെ. അമ്മ ആകെപ്പാടെ കലിപ്പില്ല. എന്തായാലും അച്ഛനെ ശ്രദ്ധിച്ചോണേ മക്കളെ, അച്ഛൻ അറിഞ്ഞാൽ വലിയ വിഷയമാകും എന്ന് അലീന പറയുന്നുണ്ട് കേട്ടോ. ഈ സംഭവം അറിഞ്ഞുകൊണ്ട് ഗംഗേട്ടൻ അവിടെ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ ഗംഗേട്ടൻ വന്ന് ഹോസ്പിറ്റലിൽ വന്ന് അലീനയെ കാണുകയാണെന്ന്. നടന്ന സംഭവങ്ങളെല്ലാം ഗംഗേട്ടനും അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ശിവേട്ടൻ വിളിച്ച് ഗംഗേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അലീനോട് പറയാണ്, മോളെ എന്ത് ചെയ്യാനൊക്കെ മോളുടെ സ്വന്തം അമ്മയല്ലേ, പക്ഷെ അതറിയാത്തതുകൊണ്ടല്ലേ അവൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ഓരോ ഭ്രാന്ത് പിടിച്ചതുപോലെ ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടുക. ശിവൻ എന്നോട് പറഞ്ഞു, അവൻ പോയി നല്ലൊരു അടിയും കൊടുത്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ അലീന പറയാണ്, അച്ഛനെന്തായാലും ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. അച്ഛൻ അറിയത്തോളത്തോളം വിഷയമൊന്നുമില്ല. പക്ഷെ അച്ഛനെങ്ങാനും അറിഞ്ഞാൽ വലിയ വിഷയമാകും അത്. പിന്നെ എന്താ സംഭവിക്കാൻ പോണെന്ന് ഓർത്തിട്ട് എനിക്ക് നല്ല പേടിയുണ്ട്. എന്തായാലും ബാലേന്ദ്രൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ. അല്ല, കുട്ടികളൊക്കെ അറിഞ്ഞോ? അവർ 3 പേരും അറിഞ്ഞു. അവർ 3 പേരും മനുവേട്ടും കൂടി പോയിട്ടാ അമ്മേനെ മേഡത്തിനെ ശരിയാക്കിയത്. 4 പേരും കൂടി നന്നായി വഴക്ക് പറയുന്നൊക്കെ പറയുന്ന കേട്ടു. മനുവേട്ടൻ എന്തൊക്കെയോ കുത്തിയും കൊള്ളിച്ചൊക്കെ പറഞ്ഞപ്പോഴാ കുറച്ചൊന്ന് ഒതുങ്ങിയെന്നാ പറഞ്ഞത്. ഞാനെന്തായാലും അവളെ ഒന്ന് കാണാൻ വേണ്ടി നെടുമ്പുഴക്കിലേക്ക് പോവാ. എന്തായാലും മോള് പോലീസിനോട് അങ്ങനെ പറഞ്ഞാൽ നന്നായി, അല്ലെങ്കിലേ ആകെ വിഷയമായനെ എന്നും പറഞ്ഞുകൊണ്ട് ഗംഗേട്ടൻ പുറത്തേക്ക് ഇറങ്ങാണ്. ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, അവൾ എന്ത് പറഞ്ഞു? എന്ത് പറയാനാ, പാവം കിടപ്പായിട്ട് സങ്കടം സഹിക്കാൻ വയ്യ. അല്ല വൈജി എന്ത് പറയുന്നു? അവളെന്ത് പറയാനാ? ഇങ്ങനൊരു സംഭവം നടന്നിട്ടുള്ളതുപോലെ പോലും അവൾ മനസ്സിലാക്കുന്നില്ല. അവളാ മുറിക്കാത്തവനെ അവിടെ ഇരിക്കുമല്ലേ എന്ന് പറയുന്നുണ്ട്. അവൾക്കിപ്പോൾ ഭയങ്കര സന്തോഷമായി കാണും. അവൾക്ക് ഏറ്റവും ശത്രുവാണല്ലോ ഇപ്പം ഈ കട്ടിലേക്ക് കിടക്കുന്നത്. അതവൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എന്നും പറയാണ്. അങ്ങനെ ഗംഗേട്ടനാണെങ്കിൽ നെടുമ്പുരക്കിലേക്ക് ചെല്ലുകയാണേ. അങ്ങനെ നെടുമ്പുരക്കിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ വെച്ച് വൈജനെ കാണുകയാണ്. അങ്ങനെ വൈജയോട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് പണിയാ കാണിച്ചെന്ന്, നിനക്ക് വല്ല ബോധമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് നല്ല ബോധമുണ്ട്. ശിവേട്ടൻ വന്ന് എന്നെ തല്ലിയിട്ടാ പോയത്. ഇനി ഗംഗേട്ടനെ തല്ലണോ? തല്ലിക്കോ, ആര് വേണമെങ്കിലും തല്ലിക്കോ. നീ മുറിയൊക്കെ എന്താ കാണിച്ചിട്ടേക്കുന്നത്? ഇവിടൊക്കെ എന്താ നീ വലിച്ചു കയറിയിട്ടേക്കുന്നത്? ഈ സാധനമെല്ലാം ഇതിനെ പൊട്ടിച്ചു കളഞ്ഞ് എന്ന് ചോദിക്കുമ്പോൾ അവളോടുള്ള അരിശ തീർക്കാനാ. എന്നിട്ടും തീർന്നില്ല. അവൾ ചാവൂന്ന് ഓർത്തേനിരുന്നത്, പക്ഷെ അവൾ ചത്തില്ല. ചത്താ മതിയായിരുന്നു എന്ന് പറയുമ്പം നിനക്ക് എന്താ വയച്ചേ, നിനക്ക് എന്താ കുഴപ്പം? അലീന ആരെന്ന് അറിഞ്ഞുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ആരാണെങ്കിലും എനിക്കെന്താ? എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഒരു വേലക്കാരി, ഏതോ ഉയർത്തി പിഴച്ചു വെച്ചോളല്ലേ അവൾ. അവൾക്ക് ഇത്രയധികം ഇമ്പോർട്ടൻസ് ഇല്ലാതെ കൊടുക്കുന്നതാ എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങളും ഇപ്പോൾ അവളുടെ അടിമയാണല്ലോ എന്ന് പറയുമ്പം ആരും ആരുടെ അടിമയല്ല. അത് നീ ആദ്യം മനസ്സിലാക്ക്. അലീന പാവം കുട്ടിയാ. എന്ത് പാവം? എവിടെ പാവം? എനിക്കിതാ മനസ്സിലാവാത്തത്. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ആരും ഒന്നും അംഗീകരിക്കില്ല. അലീന അലീന അലീന, ആ പേര് കേൾക്കുന്നത് പോലും എനിക്കിപ്പോൾ വെറുപ്പാ, അറപ്പാ എന്നും പറഞ്ഞുകൊണ്ട് അവളവിടെ കിടന്ന് ഭയങ്കര വിഷയം ഉണ്ടാക്കുകയാണേ. ഗംഗേട്ടൻ പറയാണ്, മതി നിർത്തിക്കോ. ഞാൻ നീലഗിരിന്ന് ഇവിടെ വരെ വരണമെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടെന്ന് നിനക്കറിയാലോ. ഒരു പെൺകുട്ടിയുടെ ജീവൻ വെച്ചാ നീ ഇപ്പം കളിച്ചിരിക്കുന്നത്. അത് നിന്റെ മക്കളാരെങ്കിലും കുടിച്ചിരുന്നെങ്കിലോ, നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്ന് പറയുമ്പോൾ വൈജ പറയാണ്, ഇല്ല ഞാനിവിടെ ഉണ്ടല്ലോ, എൻ്റെ മക്കൾ കുടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പക്ഷെ അവള് കുടിക്കുന്നത് നോക്കി ആസ്വദിച്ച് ഞാനിവിടെ നിൽക്കായിരുന്നു, ഞാൻ ഈ കഥകിൻ്റെ പിറകിൽ. അപ്പോൾ ഗംഗേട്ടൻ പറയാണ്, നിനക്കപ്പോൾ ആവശ്യം അടിയോ തല്ലോ ഒന്നും അല്ല, നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കാൻ വേണ്ടത്, ഒരു സൈക്കാട്രിസ്റ്റിനടുത്ത് കൊണ്ടുപോയി ഷോക്കടിപ്പിക്കാൻ വേണ്ടത്. അത്രയ്ക്ക് തലയ്ക്ക് ഭ്രാന്ത് കയറിയിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുറേ വഴക്ക് പറയുന്നുണ്ട്.
എന്തൊക്കെ പറഞ്ഞിട്ട് വൈജിക്ക് ഒരു തുള്ളി പോലും ഒരു അനക്കവും ഇല്ല കേട്ടോ. നീ കാണിക്കുന്നതൊക്കെ അത് അയാളുടെ മകളോടല്ലേ? നിന്റെ മകളാണ് ഈ സ്ഥാനത്തെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ എൻ്റെ മകളുടെ ജീവനോടില്ലല്ലോ. അതുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞാൽ കാര്യം ഉണ്ടായിരുന്നു. ആ നീക്ക് പക്ഷേ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചതല്ലേ, ആ കാര്യം നീ മറന്നുപോയോ? ഞാൻ മറന്നിട്ടില്ല ഗംഗേട്ടാ. പക്ഷേ അന്നത്തെ ബാക്കിയായിട്ട് ഒന്നും ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നില്ലല്ലോ. അയാളുടെതല്ലേ വന്നേക്കുന്നത്. അയാളുടെ തന്നെയാണോന്ന് ഇനി ആർക്കറിയാം. ഏതോ ഒരു തള്ള പിഴച്ചതെന്ന് മാത്രം എനിക്കറിയുള്ളൂ. മിക്കവാറും എൻ്റെ ഭർത്താവിൻ്റെ കൂടെ അവിഹിതം കൂടെ വന്നതായിരിക്കും. ദയവായിജെ അനാവശ്യം പറഞ്ഞ അടിച്ചൊരു ചെവിക്കലിയാൻ പറിക്കും. മര്യാദ കീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗേട്ടൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടേ. അതിനുശേഷം ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ 3 മക്കളും കൂടെ തന്നെ വരുന്നുണ്ടേ. മനു ഇവിടെ നിന്നോളാന്ന് പറഞ്ഞാണ് കേട്ടോ എല്ലാവരും വന്നത്. അങ്ങനെ മനു അവിടെ നിന്ന് സ്റ്റേ ചെയ്യാണ്. അലിയുടെ കൂടെ തന്നെ അവളെ നോക്കിക്കൊണ്ട് മനു ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേ സമയത്ത് തന്നെ ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരാണ്. വന്ന് ഫ്രഷായിട്ട് ഇവർ കടയിൽ നിന്ന് ഫുഡ് മേടിച്ചിട്ടോട്ടോ വന്നത്. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. ഈ സമയത്ത് വൈജിയും ഇവരെ കൂടെ വന്നിരിക്കുന്നുണ്ട്. നീണ്ടു വന്നിരുന്ന് ഫുഡ് കഴിക്കുമ്പം മക്കളാരും ഒരു അക്ഷരം പോലും മിണ്ടില്ല കേട്ടോ. ബാലേന്ദ്രൻ നേരത്തെ കഴിച്ചിട്ട് കയറി പോകുന്നുണ്ട്. എന്താടി നിനക്കൊക്കെ രണ്ട് മിണ്ടിയാൽ എന്തെങ്കിലും സംഭവിക്കോ? മോന്തം വീർപ്പിച്ച് കേട്ട് ഇരിക്കുന്നു. നിന്റെയൊക്കെ ആരാടി ഹോസ്പിറ്റലിൽ കിടക്കുന്നത്? അവള് ചത്തൊന്നും ഇല്ലല്ലോ. ചാവേണ്ടതായിരുന്നു, പക്ഷെ ജസ്റ്റ് മിസ്സായിപ്പോയി. എന്ത് ചെയ്യാനാ? നിന്റെയൊക്കെ ഏതോ തള്ളയെത്ത പോലാണല്ലോ നിന്റെയൊക്കെ റിയാക്ഷൻ. കൃഷ്ണ ചാടി എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ മിണ്ടിപ്പോവരുത്. തോന്നിവാസം കാണിച്ചിട്ട് അമ്മ അഹങ്കാരം പറയുന്നോ? എന്താടി പറഞ്ഞത്? തോന്നിവാസം കാണിച്ചെന്നോ? ഞാനേ നിന്റെ പെറ്റതള്ളയാ. എൻ്റെ മുഖത്ത് നോക്കിയാണോ നീ ഇങ്ങനെ പറഞ്ഞത്? പെറ്റതള്ള പോലും പെറ്റതള്ള നല്ല മാർഗവാ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. അമ്മ എന്താ കാണിച്ചെന്ന് അമ്മയ്ക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ആ പാവം പിടിച്ച ആ ചേച്ചിയെ കൊല്ലാൻ നോക്കിയത് അമ്മയാണെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞാലും പോലീസുകാരെന്ന് അമ്മ തൂക്കിക്കൊണ്ട് പോകും. അതേടി തള്ളെ ജയിലിൽ കയറ്റ്, നിനക്ക് സമാധാനം വരട്ടെ. അതുതന്നെയാ എൻ്റെ ഉദ്ദേശം. അമ്മ ജീവിച്ചിരിക്കാനുള്ള അർഹതയൊന്നും ഇല്ല. അമ്മാതിരി പണിയാ കാണിക്കുന്നേ എന്നൊക്കെ പറയുമ്പം കൃഷ്ണേ എന്ന് ബബിത പറയുന്നുണ്ട്. എന്തിനാ ചേച്ചി നിർത്തുന്നേ? ആ പാവം ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ചേച്ചി കണ്ടതല്ലേ. ആ പാവത്തിനോട് ഈ ദ്രോഹം ചെയ്യാൻ ഇവർക്ക് എങ്ങനെ മനസ്സ് വന്നു? എന്നിട്ട് ഒരു നാണോ മാനോ ഇല്ലാതെ വന്നിരുന്ന് പറഞ്ഞത് കേട്ടില്ലേ? അവർ വിചാരം ആർക്കൊന്നും അറിയില്ല. അവർ ഭയങ്കര പതിവ്രതയാണെന്ന് അവരുടെ വിചാരം. എന്താണ് നീ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണയുടെ നേരെ അടിക്കാൻ കൈ വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. ബബിതാപ്പിളേക്കും പിടിച്ചു മാറ്റിയിട്ട് അമ്മ എന്തൊക്കെയായി കാണിക്കുന്നേ? അവളെ കൊച്ചുകുട്ടിയല്ലേ, എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി? അവളാണോ കൊച്ചുകുട്ടി? ആ അലീന അവളെ നന്നായി പഠിപ്പിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കാം. എന്തിനാ എൻ്റെ അമ്മേ ആ അലീന ചേച്ചിനെ പറഞ്ഞത്? ആ ചേച്ചി ആരോടും ഒന്നിനുമില്ല, ഒന്നും പറയാനുമില്ല. രോഹി പറയാണ്, അതെ അമ്മയ്ക്ക് അറിയാലോ നടന്ന സംഭവങ്ങളെല്ലാം. ചേച്ചി കാരണമാണ് ഈ ഇവിടെ ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത് പോലും. എടാ നീ പറഞ്ഞ ആ ചേച്ചി കാരണ ഈ വീട് നശിച്ചത് പോലും. അത് നിനക്കറിയോ? ഞാനിപ്പോൾ ഇതുപോലെ ഭ്രാന്ത് കാണിക്കുന്നുണ്ടെങ്കിൽ അതും അവള് കാരണമാ എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയാണ്, ആ ചേച്ചിനെ ഒരു ജോലിക്കാരെ പോലെ അമ്മ കണ്ടാൽ മതിയല്ലോ. പക്ഷെ അമ്മ ശത്രുനെ പോലെ കാണേണ്ട കാര്യം എന്താ? അതുകൊണ്ടല്ലേ ഇത്രയൊക്കെ പ്രശ്നം. നിനക്കൊണ്ടും എൻ്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഭർത്താവിൻ്റെ അവിഹിത സന്തതി അവളെ കൂട്ടി ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് നീ എന്ന് മനസ്സിലാക്കുന്നില്ല. അയാളെ എത്ര വർഷം കൊണ്ട് എന്നെ ചതിക്കുക എന്ന് ചോദിക്കുമ്പം ബബിത പറയുന്നുണ്ട്, അമ്മ കൂടുതൽ ന്യായമൊന്നും പറയണ്ട. എന്തൊക്കെയാണെങ്കിലും ഇപ്പം അമ്മ കാണിച്ച് ശരിയാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഒരാളുടെ ജീവനെടുക്കാനുള്ള അവകാശമൊക്കെ അമ്മയ്ക്ക് ആരാ തന്നത്? ആ ചേച്ചി മരിച്ചു പോയെന്നെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്ന് പറയുന്നുണ്ട്. അതടി അവൾ മരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ചെയ്തത്. മരിക്കുമെന്ന് കരുതിയതുവാ. പക്ഷേ എന്ത് ചെയ്യാനാ, അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നും പറഞ്ഞ് വൈദ്യുതി താഴ്ന്ന് പറഞ്ഞത്. അവിടെ 2ാം നിലയിൽ നിന്നുകൊണ്ട് ബാലൻ കേക്കാണ്. ബാലൻ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു വരവ് വരുന്നുണ്ട് കേട്ടോ. എടി എന്നും പറഞ്ഞുകൊണ്ട് വൈദ്യനെ കൈപിടിച്ച് തിരിച്ചിട്ട് അവളുടെ കവള് താഴഞ്ഞടിക്കുന്നുണ്ട്. വൈദ്യ വീഴാൻ പോകുമ്പം ബബിത പോയി പിടിക്കുകയാണേ. അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്ത് അച്ഛനെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. വിടാന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വൈദ്യ അടിക്കാൻ പോകുമ്പം കൃഷ്ണയും രോഹിത്തും കൂടി പിടിച്ചു മാറ്റുകയാണ്. എന്തിനാടാ പിടിച്ചു മാറ്റുന്നത്? അയാളെ തല്ലി കൊല്ലട്ടെ, ആ നാശം പിടിച്ചവർക്ക് വേണ്ടി അയാളെ തല്ലി കൊല്ലട്ടെ എന്ന് പറയുന്നുണ്ട്. എടി ദ്രോഹി, നീ ആലേ അപ്പോൾ ആ ചതി ചെയ്തത്? എനിക്ക് രാവിലെ മുതലേ സംശയം ഉണ്ടായിരുന്നു. ശിവേട്ടൻ്റെ വരവും പോക്കും ഇവരുടെ എല്ലാവരുടെയും മുഖവും അതുപോലെ ഗംഗേട്ടൻ്റെ വരവിലും എല്ലാത്തിലും എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു നീ തന്നെ ആയിരിക്കുമെന്ന്. ഇപ്പോൾ തന്നെ ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാ. ഇനിയുള്ള കാലം നീ ജയിലിൽ കിടന്നാൽ മതി. വധശ്രമത്തിന് കേസ് കൊടുത്ത
നീ കുറെ കാലം അങ്ങ് അകത്ത് കിടന്നോളും എന്ന് പറയുമ്പം അങ്ങനെയൊന്നും ഈ വൈജയെ പേടിപ്പിക്കാന്ന് നിങ്ങളാരും കരുതണ്ട. നിങ്ങൾ വിളിച്ച് പറഞ്ഞോ, തെളിവുണ്ടെങ്കിലേ കാണിക്ക്. തെളിവ് നിങ്ങളിൽ ഇല്ലല്ലോ എന്ന് ചോദിക്കാണ്. ലക്ഷങ്ങൾ വാരി എറിഞ്ഞാലേ തെളിവൊക്കെ താനെ ഉണ്ടാവൂടി എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ വീണ്ടും അടിക്കാൻ ചെല്ലുന്നുണ്ട്. കൃഷ്ണ പറയാണ്, അമ്മയൊന്ന് അടങ്ങ്, അമ്മയൊന്ന് മിണ്ടാതിരിക്ക്. ഇത്രയും കാണിച്ചു കൂടിയിട്ട് അമ്മയ്ക്ക് അടങ്ങാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലേ? ഞാൻ എന്തിനാടി അടങ്ങുന്നത്? ഞാൻ തന്നെ അവളെ കൊല്ലാൻ നോക്കിയത്. ഇനിയും നോക്കും. അവൾ ഇവിടുന്ന് പോകുന്നതിന് വരെ ഞാൻ അത് തന്നെ ചെയ്യും. അപ്പൊ ബാലൻ പറയാണ്, ഇല്ലടി, അവൾ ഒരിക്കലും ഇവിടുന്ന് പോവില്ല. അവളെ ഇവിടെ തന്നെ താമസിക്കും. നീ ഇറങ്ങി പോടി പിഴച്ചവളെ എന്ന് പറയുന്നുണ്ട്. ബാലൻ എന്താ വിളിച്ചേ? പിഴച്ചവളെന്നോ? ഞാനല്ല, അവളാ, ആ അലീന, അവളാ പിഴച്ചവള് എന്ന് പറയുന്നുണ്ട്. അലീനയെ പറ്റി ഒരക്ഷരം മിണ്ടിയാ നിന്റെ പല്ലടിച്ച് ഞാൻ വായിടും. കണ്ടോ, ഇത്രയും വർഷം 23 വർഷം കൂടെ ജീവിച്ച എന്നേക്കാൾ നിങ്ങൾക്ക് വലുത് അവളല്ലേ? എങ്ങുന്നോ വലിഞ്ഞു കയറി വന്ന അവൾ. മതി, നിർത്തിക്കോ. ഇനി മേലെ അലീനയെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞ നിന്നെ ഞാൻ ശരിയാക്കും എന്ന് പറയുമ്പം എന്ത് ശരിയാക്കാനാ ബാലൻ? മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേ, ഇത് അയാളുടെ മകളൊന്നുമല്ല, അയാളുടെ അവിഹിതം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് വൈജ ഒച്ചവെക്കാണ്. നിർത്തടി, നിന്റെ വായടക്കടി, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും, കൊല്ലും ഞാൻ നിന്നെ എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ നേരെ ചീറിപ്പായം പോകുമ്പോൾ രോഹിയും കൃഷ്ണങ്ങൾ കൂടിയിട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്. മാറി നിൽക്കച്ച എന്നും പറഞ്ഞിട്ട് മാറ്റുമ്പം ബബിത പറയാണ്, അതങ്ങനെ അമ്മയുടെ നാക്ക് അടങ്ങിയിരുന്നിട്ട് വേണ്ടേ? അമ്മ വീണ്ടും വീണ്ടും പറഞ്ഞ് അച്ഛനെ ദേഷ്യം കയറ്റല്ലേ? ഓഹോ, അപ്പൊ ഞാനാണ് കാരണക്കാരി. അയാളെ തല്ലാൻ വരുന്നൊന്നും ഒരു കാര്യമല്ലേ? അയാളെ തല്ലിയത് കണ്ടില്ലേ എന്ന് പറയുമ്പം കൃഷ്ണ പറയാണ്, തല്ലെങ്കിലേ കണക്കായിപ്പോയി, അമ്മയത് അർഹിക്കുന്നുണ്ട്. ചേച്ചീനെ ഈ ഉപദ്രവം ചെയ്യാൻ നോക്കിയിട്ട് പിന്നെ അച്ഛൻ അടങ്ങിയിരിക്കണോ? അമ്മയാണെങ്കിൽ സഹിക്കായിരുന്നോ? അമ്മയുടെ മോളായ എന്നെയോ ബബിതേച്ചിയോ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അമ്മ നോക്കിയിരിക്കുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ അച്ഛനും. ഒരാളെ കൊല്ലാൻ നോക്കിയിട്ട് നാണില്ലാതെ കിടന്ന് ചിലയ്ക്കുന്നു. മിണ്ടലടി നീ, നിന്നെ ഞാൻ കൊല്ലുവടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈദ്യ ദേഷ്യപ്പെടുമ്പം ബാലൻ പറയാണ്, മിണ്ടിപ്പോവരുത്, ഇനിയൊരു അക്ഷരം മിണ്ടിയ നിന്റെ നാക്കറക്കും ഞാൻ എന്ന് പറയുമ്പോഴേക്കും തല്ലടോ, എന്നെ തല്ലടോ, ധൈര്യം ഉണ്ടെങ്കിൽ കൊല്ലടോ എന്ന് പറയുമ്പോഴേക്കും മാറി നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ ചീറിപ്പാഞ്ഞ് വൈദ്യുതി നിറക്ക് ചെല്ലാണ്. അപ്പോഴേക്കും ബബിതയും കൃഷ്ണയും രോഹിയും കൂടി ബാലനെ പിടിച്ച് മാറ്റുന്നുണ്ട്. അച്ഛാ, ദയവ് ചെയ്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ അച്ഛാ എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് മാറ്റുകയാണ്. എങ്കിലേ നിന്നോട് ഞാനൊരു കാര്യം പറയാടി, നീ ഇപ്പോൾ കൊല്ലാൻ നോക്കിയതുണ്ടല്ലോ, അത് എൻ്റെ മോളൊന്നുമല്ല. കണ്ടോ അയാളുടെ വായിന്ന് വന്നത് കണ്ടോ? നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ അയാൾ ആരാണ്? അയാളുടെ അവിഹിത സന്തതിയാന്ന് ഇത്രയും കാലം പറഞ്ഞിട്ട് ഇപ്പം അയാളെ പറഞ്ഞു കേട്ടില്ലേ? നിങ്ങളുടെയൊക്കെ അമ്മയ്ക്ക് പകരം അമ്മയാക്കാൻ കൊണ്ടുവന്നോളാം ആ പിഴച്ചവള് എന്ന് പറയുമ്പോൾ നിർത്തടി, നിന്നെപ്പോലെ അവളെന്ന് നീ കരുതിയോ? അതോ ഞാനും നീ കരുതിയോ? നിനക്കറിയാത്തൊരു കാര്യം ഞാൻ പറയാം. ഇപ്പം നീ കൊല്ലാൻ നോക്കിയില്ലേ, അത് വേറെ ആരുമല്ല, നീ പ്രസവിച്ച നിന്റെ സ്വന്തം മകളാടി എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് വൈജു ഒരു നിമിഷം സ്റ്റക്കായി നിൽക്കാണ്. എന്താ ബാലൻ പറഞ്ഞത്? എന്താടി ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലായില്ലേ? നീ പണ്ട് പ്രസവിച്ചുപേക്ഷിച്ച ഒരു കുഞ്ഞുണ്ടായിരുന്നല്ലോ 23 വർഷങ്ങൾക്ക് മുമ്പ്. ആഗ്രഹി വെച്ച് ഓർത്തിനോട് കുറെ കാലം കഴിഞ്ഞില്ലേടി നീ പിഴച്ച് നടന്നിട്ട് അവസാനം ഗർഭിണിയായപ്പോൾ നിന്നെ അവൻ ഉപേക്ഷിച്ചു പോയി. അതുപോലെ നിനക്കറിയോ? ആ സമയത്ത് നീ പോയി പ്രസവിച്ചു. അങ്ങനെ പ്രസവിച്ച കുഞ്ഞ് ചത്തുപോയി നിന്റെ അപ്പം പറഞ്ഞ നീ ഓർക്കുന്നുണ്ടോ? എങ്കിലേ അത് ചത്തില്ലായിരുന്നു. ആ കുഞ്ഞ് അലീന. അന്ന് നിന്റെ അച്ഛനും ആ സ്റ്റാൻലിയുടെ അച്ഛനും കൂടി ഓർഫനേജിൽ ഏൽപ്പിച്ചതാ അന്ന് അലീനനെ. ആ അലീനയ വളർന്നു വലുതായിട്ട് 23 വർഷം കഴിഞ്ഞപ്പോൾ സ്വന്തം അമ്മയെ കാണാൻ വേണ്ടി വന്നത്. അല്ലാതെ അത് എൻ്റെ മകളൊന്നുമല്ല. ഞാനുമായിട്ട് അവൾക്ക് യാതൊരു ബന്ധവുമില്ല. പക്ഷേ നീയുമായിട്ട് ബന്ധമുണ്ട്. നീ പ്രസവിച്ച ഇവർക്ക് മുന്നേ നീ ആദ്യമായി പ്രസവിച്ച കുഞ്ഞ അവള് എന്ന് പറയാണ്. ഇത് കേട്ട് വൈജയന്തി ആകെപ്പാടെ എന്തു ചെന്നറിയാതെ അവിടെ വേർത്ത് കുളിച്ച് നിൽക്കുകയാണ്. കൃഷ്ണയ്ക്ക് സത്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് കൃഷ്ണൻ മിണ്ടുന്നില്ല. പക്ഷെ രോഹിയും ബബിയും ഇത് കേട്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. അച്ഛൻ എന്തൊക്കെയാ അച്ഛയെ പറയുന്നേ എന്ന് ചോദിക്കുമ്പം അതേടാ, ഞാൻ പറഞ്ഞില്ല സത്യമാ. 23 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാ. പതിവ്രത ചമഞ്ഞ് ഇത്രയും കാലം നിന്റെ അച്ഛനെ ഈ നാശം പിടിച്ചുള്ള പറ്റിക്കുകയായിരുന്നടാ. ഈ വഞ്ചകി എന്നെ പറ്റിക്കുകയായിരുന്നു. ഇവള് മാത്രമല്ല, ഇവളുടെ ആങ്ങളമാരും ഇവളുടെ തന്തയും തള്ളയും എല്ലാവരും എന്നെ പറ്റിക്കുകയായിരുന്നു. ഒരു വിഡ്ഢിയെപ്പോലെ ഞാൻ നടക്കുകയായിരുന്നടാ എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ എന്താ അച്ഛൻ പറയുന്നേ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല ചേച്ചി, അപ്പോൾ അച്ഛൻ്റെ മകളല്ലേ, അമ്മയുടെ മകളാണോ? അമ്മയപ്പോൾ കല്യാണത്തിന് മുമ്പ്? അതേടാ, നിന്റെ തള്ള കല്യാണത്തിന് മുമ്പേ പിഴച്ച് നടന്നവളാ. ഇത് ഇത്രയും കാലം നിന്റെ മുഖത്ത് നോക്കി പറയണമെന്ന് കരുതി ഞാൻ അടങ്ങിയിരിക്കുകയായിരുന്നു.
പക്ഷെ എന്ത് ചെയ്യാനാ, നിന്റെ അമ്മ അതിന് സമ്മതിക്കില്ല. അവൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുകയല്ലേ, അതുകൊണ്ട് എനിക്ക് പറയേണ്ടി വന്നതാ എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് കോളിംഗ് ബെൽ അടിക്കുകയാണ്. കൃഷ്ണമണി ഡോറ് തുറക്കുമ്പം അവിടെ ശിവനും ഗംഗേട്ടനും വന്നിരിക്കുകയാണ് കേട്ടോ. അവർ വന്ന് അകത്തേക്ക് കയറുന്നുണ്ട്. ഇവിടുത്തെ ഈ സീനെല്ലാം കാണുമ്പം എന്താ പ്രശ്നമുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാകുന്നുണ്ട്. എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം ബബിതയും രോഹിയും കൂടെ പറയാണ്, അല്ല അമ്മയുടെ ഭയങ്കര പ്രശ്നമായിരുന്നു. ആ സമയത്ത് അച്ഛൻ പറഞ്ഞു അത് അല്ല ചേച്ചി അമ്മയുടെ മകളാണെന്ന്. സത്യമാണോ അങ്കിളെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും രണ്ടുപേരും തലകാത്ത് നിൽക്കുന്നുണ്ട്. എന്താ അങ്കിളെ, സത്യമാണോ, കാര്യം പറ എന്ന് രോഹി പറയുമ്പം ഗംഗേട്ടൻ പറയാണ്, അതെ ബാലും പറഞ്ഞ സത്യമാണ്. ഇനിയെങ്കിലും അത് വൈചരണം, അല്ലെങ്കിൽ അലിനയുടെ ജീവന് പോലും അതാപത്താ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും വൈജി അവിടെ തകർന്ന് ആ കസേരയിലിരിക്കുകയായിരിക്കും. അങ്ങനെ പണ്ട് നടന്ന സംഭവങ്ങളെല്ലാം ഗംഗേട്ടനും ശിവനും കൂടിയിട്ട് രോഹിയോടും അതുപോലെ വൈജിയോടും ബബിയോടും പറയുന്നുണ്ട്. ബാലേന്ദ്രൻ എങ്ങനെയാണ് അറിഞ്ഞതെന്നും അലിൻ എങ്ങനെയാണ് വന്നതെന്നും ഇവരെങ്ങനെയാണ് അറിഞ്ഞതെന്നുള്ള എല്ലാ സംഭവങ്ങളും പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് ആ കസേരയിൽ ഇരുന്നു കൊണ്ട് ആ ഡെസ്കിൽ മുഖം കമത്തി വെച്ച് പൊട്ടിക്കാരിയാണ് വൈജ. നിനക്ക് കരയാൻ പോലുള്ള യോഗ്യതയില്ലടി എന്നും പറഞ്ഞുകൊണ്ട് ബാലനവളെ നേർക്ക് ചീർപ്പാഞ്ഞെടുക്കുന്നുണ്ട്. നീ എന്തിനാടി കരഞ്ഞത്, നിനക്കതിനുള്ള യോഗ്യതയില്ല. ഇത്രയും കാട്ടിക്കൂട്ടിട്ട് അവളെ കരയുന്നു, നാണം കിട്ടവള്. പറയണ്ടെന്ന് ഞാൻ 100 വട്ടം കരുതിയതാ. പക്ഷെ നീ എന്നെ കൂടെ പറയിപ്പിച്ചത് നിന്റെ അഹങ്കാരം, നിന്റെ തലക്കനം, നിന്റെ പുച്ഛം, അതൊക്കെ കൂടിയാ ഞാൻ പറയേണ്ട സാഹചര്യം ഉണ്ടായത്. ഞാനെന്ന് പറഞ്ഞത് ശിവേട്ടന് ഓർമ്മയുണ്ടല്ലോ, ഗംഗേട്ടന് ഓർമ്മയുണ്ടല്ലോ. ഇവള് സത്യങ്ങൾ അറിഞ്ഞാൽ ആ നിമിഷം തന്നെ ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യും. അതുകൊണ്ട് പെങ്ങളെയും കൂട്ടി നിമിഷം തന്നെ ഇവിടെ നിറയിക്കോ, എനിക്കിനി ഇവളെ വേണ്ട എന്ന് പറയാണ്. അച്ഛാ എന്താ അച്ഛാ ഈ പറയുന്നേ, അങ്ങനെയൊന്നും പറയില്ല അച്ഛാ എന്ന് കൃഷ്ണമോള് പറയുമ്പോൾ വേണ്ട മോളെ, അതൊന്നും വേണ്ട. ഇന്നിവള് അലീനെ കൊല്ലാൻ നോക്കി, നാളെ എന്നെ കൊല്ലാൻ നോക്കും, നിങ്ങളെല്ലാം കൊല്ലാൻ നോക്കും. അത്രയ്ക്ക് മാനസികമായിട്ടും ഭ്രാന്ത് പിടിച്ച് കൊടുത്തിയ ഇവളെ ഇനി വീട്ടിൽ വാഴിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അച്ഛാ അങ്ങനെ പറയില്ല അച്ഛാ, പ്ലീസ് അച്ഛാ എന്ന് പറഞ്ഞ് കൃഷ്ണമോളെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. രോഹിത്തും ബബിയും ഇതെല്ലാം കണ്ടുകൊണ്ട് സ്റ്റക്കായി നിൽക്കുകയാണ്. ഇത്രയും കാലം അച്ഛനെ കുറ്റം പറഞ്ഞ് അലിനൊരു വേലക്കാരിയാണെന്നും അച്ഛൻ അവിഹിത സന്തതിയാണെന്നൊക്കെ പറഞ്ഞു നടന്ന അമ്മ ഇപ്പോഴേ വലിയൊരു ട്വിസ്റ്റോടുകൂടി അത് അമ്മയുടെ മകളാണെന്നും പണ്ട് ഉപേക്ഷിച്ചതാണെന്നും ഒന്നും അറിയാതെ അച്ഛനെ കെട്ടിയതാണെന്നും അച്ഛൻ സത്യങ്ങളെല്ലാം അറിയാമായിരുന്നെന്നും എല്ലാം അറിഞ്ഞുകൊണ്ട് അവർ ആകെപ്പാട് ഞെട്ടി വിറച്ച് നിൽക്കുകയാണ്. എന്ത് പറയണം എന്ത് ചെയ്യണം ഒന്നും അറിയില്ല കേട്ടോ. ഈ സമയത്ത് ഗംഗേട്ടൻ വന്നിട്ട് പറയാണ്, ബാല നമുക്കിതിനൊരു തീരുമാനം ഉണ്ടാക്കാം. നാളെ കൊല്ലപ്പള്ളിന്ന് ഞാനും മനുവും എല്ലാവരും കൂടി വരാം. അലീന 2 ദിവസം ആകുമ്പോൾ ഡിസ്ചാർജ് ആകുമല്ലോ, അവളും വരട്ടെ. എല്ലാവരും വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇനി ഇതിൽ തീരുമാനിക്കാനൊന്നുമല്ല ഗംഗേട്ട, ഞാൻ പറഞ്ഞല്ലോ ഇവൾ ഏത് നിമിഷം ആ സത്യങ്ങൾ അറിയുന്നോ ആ നിമിഷം തന്നെ ഞാനുള്ള ഡിവോഴ്സ് ചെയ്യും. ആ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞതാ, അതുകൊണ്ട് ഇനി എനിക്കൊന്നും പറയാനില്ല. നേരം വിളക്കുമ്പോൾ ഇവിടെ കാണാൻ പാടില്ല. ആങ്ങളമാര് പെങ്ങളെയും കൂട്ടി എങ്ങോട്ടെന്ന് വെച്ചാൽ പോയിക്കോണം. ഇതെന്റെ വീടാ, ഇനി മേലാൽ ഇവിടെ കയറി പോകരുതെന്ന് ഇവളോട് പറഞ്ഞേക്ക് എന്നും പറഞ്ഞുകൊണ്ട് ബാലമുകളിലേക്ക് കയറി പോവാണ്. ഈ സമയം കൃഷ്ണനും ബബി രോഹിത്തും ഒന്നും മിണ്ടാതെ നിൽക്കുവാണേ. എന്നിട്ട് വൈജ പറയാണ്, നമുക്ക് ഇവിടുന്ന് പോവാം ഗംഗേട്ടാ, എത്രയും പെട്ടെന്ന് പോകാം എന്നും പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി പെട്ടെന്ന് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് വൈജ ഇറങ്ങുന്നുണ്ട്. അമ്മ പോവാണോ അമ്മയെന്ന് ചോദിച്ചുകൊണ്ട് കൃഷ്ണ പോയി പിടിക്കുമ്പം വൈജ രോഹിയുടെ ഭവിതരെ മുഖത്ത് നോക്കാൻ ചമ്മളോടുകൂടി നിൽക്കുകയാണ്. കൃഷ്ണ പറയുന്നുണ്ട്, കാര്യങ്ങളെല്ലാം എനിക്ക് നേരത്തെ അറിയായിരുന്നു, അതുകൊണ്ടാണ് പലതവണ ഞാൻ അമ്മയ്ക്ക് വാണിങ്ങി നിന്നത്. പക്ഷെ അമ്മ അപ്പോഴൊന്നും മനസ്സിലാക്കിയില്ല. അച്ഛനെയും അലീന ചേച്ചിനെയും കുറ്റപ്പെടുത്താൻ മാത്രമായിരുന്നു അമ്മയുടെ ലക്ഷ്യം. അല്ലാതെ എന്താണ് സത്യാവസ്ഥ മനസ്സിലാക്കാൻ പോലും അമ്മ തയ്യാറായില്ല. അമ്മയുടെ ഭാഗത്ത് തെറ്റുകൾ മറച്ചു വെച്ചുകൊണ്ട് അച്ഛൻ എത്രത്തോളം അമ്മ താഴ്ത്തി കിട്ടിയെന്ന് അമ്മയ്ക്കിപ്പോൾ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ്. വൈജ തലകുണിച്ച് പൊടി തന്നെ നിൽക്കുകയാണ്. രോഹിത്തിൻ്റെ ബബിയുടെ മുഖത്ത് നോക്കാൻ പോലും അവൾക്ക് ചമ്മലാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. കൃഷ്ണൻ ബബിയും ചോദിക്കുകയാണ്, അങ്കിളെ അമ്മയെ കൊണ്ടുപോകണോ? അച്ഛൻ പറഞ്ഞ പോലെ അമ്മേനെ അച്ഛൻ ഡിവോഴ്സ് ചെയ്യുമോ? ഞങ്ങൾ നോക്കട്ടെ മോളെ, ആലീന ഹോസ്പിറ്റലിൽ ഇറങ്ങട്ടെ. അതുപോലെ അവിടെ പോയിട്ട് കുറേ കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. മനുവിനോടും രാജീവിനോടൊക്കെ വരാൻ പറയട്ടെ. എല്ലാവരും കൂടി ആലോചിച്ചിരുന്ന് തീരുമാനിച്ചിട്ട് ഇവിടെ ഞങ്ങൾ വരും. എന്തായാലും അങ്ങനെ ഉപേക്ഷിക്കാൻ നിങ്ങളുടെ അച്ഛനെ പറ്റില്ലല്ലോ, നിങ്ങളുടെ 3 മക്കളുടെ അമ്മയല്ലേ, അങ്ങനെയൊക്കെ ഉപേക്ഷിക്കാൻ അയാളെ കൊണ്ടാവുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ വൈജി ഒന്നും മിണ്ടാതെ പോയി കാറിൽ കയറുകയാണ്. ഗംഗേട്ടനും ശിവേട്ടനും കൂടി കാറിൽ പോയി കയറുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഒരു വണ്ടി എടുത്തുകൊണ്ട് പോവാണ്.
കൃഷ്ണ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടും അറിഞ്ഞതിന് ചമ്മല അമ്മയ്ക്ക്. അമ്മ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ചു വെച്ച ആ പതിവ്രത എന്ന് പറഞ്ഞ പട്ടം അതങ്ങ് ഒലിച്ചു പോയല്ലോ, അതിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷനാ. അല്ല ഇനിയിപ്പോൾ അവരൊന്നിക്കില്ലേ? അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, എനിക്ക് തോന്നില്ല ചേച്ചി. കാരണം നേരത്തെ മുതലേ അച്ഛൻ പറഞ്ഞ ഒരേ ഒരു ഡിമാൻഡായിരുന്നു, എന്ന് അമ്മ സത്യങ്ങളായിരുന്നോ അന്ന് ഉപേക്ഷിക്കുമെന്ന്. അല്ല ചേച്ചിയോടും ആ സത്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചേച്ചി അമ്മയോട് ഒരു കാര്യങ്ങളും പറയാതിരുന്നത്. ഇപ്പം മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ടാണ് അല്ല ചേച്ചിനെ കൂടുതൽ സ്നേഹിച്ചതെന്ന്? നമ്മുടെ അമ്മയുടെ സ്വന്തം മകളാ ചേച്ചി എന്നൊക്കെ പറയാണ്. അങ്ങനെ നടന്ന സംഭവങ്ങളെല്ലാം നമ്മുടെ അവൾക്കറിയാമല്ലോ. കൃഷ്ണമ്മക്ക് ഒന്നേന്ന് മുതലുള്ള എല്ലാ കാര്യങ്ങളും രണ്ടുപേരെയും പറഞ്ഞു കേൾപ്പിക്കുകയാണ്. വൈജയുടെ പ്രണയവും അതിനുശേഷമുള്ള സംഭവങ്ങളും, പിന്നെ ഇവരെ കല്യാണം കഴിച്ചതും, പിന്നെ അലീന വന്നതിന് ശേഷം ബാലേന്ദ്രൻ സത്യങ്ങൾ അറിയുന്നതും, അതുപോലെ തന്നെ ബാലേന്ദ്രൻ ഇത് അറിഞ്ഞിട്ട് അറ്റാക്ക് ഉണ്ടായതും, അലീനയും അറിഞ്ഞത് രേവതിക്കുട്ടി അറിഞ്ഞു. അങ്ങനെ മനുവും പിന്നെ ബാക്കി അങ്കിൾമാരറിഞ്ഞതും എല്ലാ സത്യങ്ങളും അവളെ തുറന്നു പറയാണ്. അത് കേൾക്കുമ്പോൾ രോഹിത്തിനും അഭിജയ്ക്കുമൊക്കെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു തരാൻ നിൽക്കുകയാണ്. എന്നിട്ട് കൃഷ്ണ പറയുന്നുണ്ട്, ചേച്ചി വന്നത് തെറ്റാണെന്ന് ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്വന്തം അമ്മയുടെ അരികിലേക്കല്ലേ ആ പാവം വന്നത്? ഇത്രയും കാലം അനാഥത്തിൽ വളരെയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾ എല്ലാ കാര്യങ്ങളും ഇവരോട് പറയാണ്. അങ്ങനെ ഇവരും ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. മുറിൽ പോയി കഥ കടിച്ചിട്ട് ബാലൻ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. കാരണം താൻ ഇതുവരെ പറയാതെ വച്ചിരിക്കുകയായിരുന്നല്ലോ, ഇനിയിപ്പോൾ എന്തായാലും അവളെ ഡിവോഴ്സ് ചെയ്യണം. അങ്ങനൊരു ഒറ്റ നിശ്ചയത്തോടുകൂടി ബാലേന്ദ്രൻ അവിടെ ഇരിക്കുകയാണ്. ഇതേ സമയത്ത് ഗംഗേട്ടനും ശിവനും കൂടി ഹോസ്പിറ്റലിൽ പോയി അലീനയും മനുവിനെയും കാണുന്നുണ്ട്. എന്നിട്ട് അവരോട് നടന്ന സംഭവങ്ങളെല്ലാം പറയാണ്. ഇതുപോലെ വീട്ടിൽ അടിയും ബഹളമായിരുന്നു, അങ്ങനെ വൈജയുടെ സത്യങ്ങളെല്ലാം പറയേണ്ടി വന്നു എന്ന് പറയാൻ കേട്ടോ. അല്ല അപ്പം മേഡം എവിടെ എന്ന് ചോദിക്കുമ്പം അവൾ വണ്ടിയിലിരിക്കുക, ഇങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോലും ഇല്ല. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ആ തല താത്തി വെച്ചതാ. ഇതുവരെ ഒരക്ഷരം പോലും മിണ്ടിയില്ല. രണ്ട് കണ്ണീന്നും കണ്ണുനീര് മാത്രം വരുന്നുണ്ട്. ഒരക്ഷരം പോലും മിണ്ടുകയോ പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. മനു പറയാണ്, സ്വന്തം മകളെന്ന് പറഞ്ഞിട്ട് പോലും ഒരല്പ സ്നേഹം പോലും ഇല്ലല്ലോ. ഈ അവസ്ഥയിൽ കിടന്ന മോളെ ഒന്ന് കാണാൻ പോലും ആൻ്റെ കയറി വന്നില്ലല്ലോ. എന്തൊരു സ്ത്രീ അവര് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ശിവനും ഗംഗേട്ടനും പറയാണ്, അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അങ്ങനെ ആയിരിക്കും. അവളെക്കാലം മുതിർന്ന ഒരു മോനും മോളും അവരുടെ മുമ്പിൽ വെച്ച് ഭർത്താവ് തൻ്റെ പഴയകാല ചരിത്രം വിളമ്പിയില്ലേ, അതോടുകൂടി അവൾ ആകെപ്പാടെ ഡെസ്പായി പോയി. അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന്. അത് അവൾക്ക് വലിയൊരു ഷോക്കായിരുന്നു. ആ ഷോക്കിലാണ് ഇപ്പോൾ അതിൽ നിന്ന് അവൾ മുക്തിയായിട്ടില്ല. അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. എങ്കിലും ഞാൻ മോളാണെന്ന് അമ്മ അറിഞ്ഞല്ലോ, അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് സങ്കടമുണ്ട്. കാരണം അച്ഛനെ ഒരിക്കലും അമ്മ അംഗീകരിക്കില്ല. അച്ഛൻ ഡിവോഴ്സ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞല്ലേ, ആ തീരുമാനത്തിൽ ഒരു മാറ്റവും കാണുകയില്ല. അതോർക്കുമ്പം എനിക്ക് നല്ല പേടിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുകയാണ് കേട്ടോ. ശിവനും ഗംഗേട്ടനും പറയാണ്, നാളെയൊക്കെ ആകുമ്പം നീ ഡിസ്ചാർജ് ആവുമല്ലോ. അത് കഴിഞ്ഞിട്ട് വേണം എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനം ഉണ്ടാക്കാൻ. എന്തായാലും വൈജി നിന്നെ കാണാൻ ഉറപ്പായും വരും. സ്വന്തം മോളാണെന്ന് അവൾ അറിഞ്ഞല്ലോ. മനു പറയാണ്, എനിക്ക് തോന്നുന്നില്ല. എങ്കിലും വൈജയുടെ വാശിയൊക്കെ അടങ്ങുമെന്ന് ആർക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് മനുവും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈജനം കൊണ്ട് അവർ തിരിച്ച് കൊല്ലപ്പള്ളിക്ക് തന്നെ പോവാണ്. വൈജ ഇരുന്ന് ഒരേ ഇരിപ്പാട്ടോ, ഒരു ചലനം പോലും ഇല്ല. എങ്കിലും ആലീനയുടെയും മനുവിൻ്റെയൊക്കെ സമാധാനം പോയി. ഇനി എന്തായിരിക്കും ബാലേന്ദ്രന് കാട്ടിക്കൂട്ടാൻ പോവാന്ന് പറഞ്ഞിട്ട് അവർക്കൊരു സമാധാനം ഇല്ല. അതുപോലെ തന്നെ ബാലേന്ദ്രന് സമാധാനം പോയി. ബാക്കി 3 കുട്ടികളും കൂടിയിട്ട് ഒരു മുറിയിലിരുന്ന് അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരുടെ ആകപ്പാടെ സമാധാനം എല്ലാം പോയല്ലോ. അങ്ങനെ എല്ലാവരും ഓരോ മൂലയ്ക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റോറീസൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഹൈപ്പും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.